നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ചരടും കെട്ടി മുംബൈയിലെ CST സ്റ്റേഷനിൽ ചോരപ്പുഴ ഒഴുക്കിയ ഭീകരന്റെ കയ്യിലെ ചരട് അന്ന് അറക്കപ്പെട്ടിരുന്നില്ല എങ്കിൽ ഈ രാജ്യത്തിന്റെ വിധി എന്താകുമായിരുന്നു എന്ന്? ഒരുപക്ഷെ ഇന്ന് നിങ്ങളും ഞാനും ഈ ഭാരതത്തിലെ ഭൂരിപക്ഷ സമൂഹവും ആഗോള ഭീകരതയുടെ പുതിയ വക്താക്കളായി ലോകത്തിന് മുന്നിൽ ചിത്രീകരിക്കപ്പെടുമായിരുന്നു. ഒരു രാജ്യം മൊത്തം, അതിന്റെ സംസ്കാരം മൊത്തം ഭീകരത എന്ന ലേബലിൽ തളച്ചിടപ്പെടാൻ പോയ കറുത്ത നാളുകൾ. എന്നാൽ രണ്ട് മനുഷ്യർ തങ്ങളുടെ ജീവനും ജീവിതവും പണയം വെച്ച് പോരാടിയത് കൊണ്ട് മാത്രം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സൗര്യ ജീവിതം. ആരാണ് ആ മനുഷ്യർ? എന്തായിരുന്നു 2004 മുതൽ 2014 വരെയുള്ള 10 വർഷക്കാലം ഡൽഹിയിലെ അധികാര ഇടനാഴികളിൽ അരങ്ങേറിയ വൻ ഗൂഢാലോചന? ഭാരത ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ രാഷ്ട്രീയ തിരക്കഥയുടെ ചുരുളുകളാണ് നമ്മൾ ഇന്ന് അഴിക്കുന്നത്. നമുക്ക് നേരെ 2008 നവംബർ 26 പോകാം. മുംബൈ നഗരം ചോരയിൽ കുതിർന്ന രാത്രി. 10 ലഷ്കർ-ഇ-തൊയ്ബ ഭീകരർ ആയുധങ്ങളുമായി മുംബൈയെ നരകതുല്യമാക്കി മാറ്റുന്നു. അതിൽ ഒരാളായിരുന്നു അജ്മൽ അമീർ കസബ്. കസബിന്റെ കൈത്തണ്ടയിൽ ഒരു ചുവന്ന നൂല് കെട്ടിയിരുന്നു. പാകിസ്ഥാനി ഭീകരവാദിയായി അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഐഡന്റിറ്റി കാർഡിൽ എഴുതിയ പേരെന്തായിരുന്നു എന്നറിയാമോ? സമീർ ദിനേശ് ചൗധരി, ബംഗളൂരു. അതെ, മുംബൈ ഭീകരാക്രമണം നടത്തിയത് ഹിന്ദു തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കാൻ പാക് ചാരസംഘടനയായ ISI കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ തിരക്കഥയായിരുന്നു അത്. കസബ് അന്ന് കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്തതുപോലെ കസബ് ഒരു ഹിന്ദു ഭീകരനായി ലോകത്തിന് മുന്നിൽ ചിത്രീകരിക്കപ്പെടുമായിരുന്നു. മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുമായിരുന്നു. പക്ഷേ അവിടെയാണ് വിധി മറ്റൊരു രൂപത്തിൽ അവതരിച്ചത്. തുക്കാറാം ഓംബെ എന്ന സാധാരണക്കാരനായ മുംബൈ പോലീസ് കോൺസ്റ്റബിൾ വെറും ഒരു ലാത്തി മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. ഒടുവിൽ കസബിന്റെ AK-47 തോക്കിൽ നിന്ന് ഉണ്ടകൾ തന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുമ്പോഴും ആ ചോരയൊലിക്കുന്ന ശരീരവുമായി കസബിന്റെ തോക്കിൻ മുനയിൽ പിടിച്ചു തൂങ്ങി അവനെ ജീവനോടെ പിടികൂടാൻ ഓംബ്ലെ കാണിച്ച ആ ഒരു ധീരത, അതാണ് ചരിത്രത്തെ മാറ്റിമറിച്ചത്. അദ്ദേഹം തന്റെ ജീവൻ നൽകി കസബിനെ ജീവനോടെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഭാരതത്തിന് മേൽ പതിക്കുമായിരുന്ന ആ വലിയ കറുത്ത പാട് മാറ്റാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. തുക്കാറാം ഓംബ്ലെ എന്ന ആ ധീരൻ വെറും ഒരു ഭീകരന്റെ രക്ഷപ്പെടലല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ അന്തസ്സാണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഔദ്യോഗികമായി ഉപയോഗിക്കാത്ത ഒരു വാക്ക് ഹിന്ദു ഭീകരത അല്ലെങ്കിൽ കാവ്യ ഭീകരത എന്ന വാക്ക് ഇവിടെ നിന്നാണ് വന്നത്. ആരാണ് ഇതിനെ വിത്തുപാകിയത്? 2010 വരെ ഭാരതത്തിലെ ഒരു ഔദ്യോഗിക രേഖകളിലും ഇല്ലാത്ത ഈ പദം അന്നത്തെ ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ, മുൻ ആഭ്യന്തരമന്ത്രി P ചിദംബരം എന്നീ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. എന്നാൽ ഇതിന്റെ പിന്നാമ്പുറ കഥകൾ ഇതിലും ഭീകരമാണ്. ഇവിടെയാണ് നമ്മുടെ കഥയിലെ രണ്ടാമത്തെ നായകൻ കടന്നു വരുന്നത്. RVS മണി. 2004 മുതൽ 2014 വരെയുള്ള UPA ഭരണകാലത്ത് ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇന്റേണൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു RVS മണി. രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ സുരക്ഷാ ഫയലുകൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അടുത്തിടെ പുറത്തു വന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ രാജ്യത്തെ ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം 2006 കോൺഗ്രസ് നേതാവായ ദിഗ്വിജയ് സിംഗ് രാജ്യത്ത് നടക്കുന്ന ഹിന്ദു ഭീകരതയുടെ കണക്കുകൾ സമർപ്പിക്കാൻ മണിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ അങ്ങനെ ഒരു ഡാറ്റയോ കണക്കോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പക്കലില്ല എന്ന് മണി ഉറപ്പിച്ചു പറഞ്ഞു. കാരണം ഭീകരതയ്ക്ക് മതമില്ല എന്നതായിരുന്നു അന്നത്തെ യാഥാർത്ഥ്യം. എന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിട്ട് വ്യാജ സത്യവാങ്മൂലങ്ങൾ തയ്യാറാക്കാൻ മണിക്ക് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായി. ഈ ആസൂത്രിത തിരക്കഥയുടെ ഏറ്റവും വലിയ ഇരകളിലൊന്നാണ് സംജോത എക്സ്പ്രസ് സ്ഫോടന കേസ്. 2007 ഫെബ്രുവരിയിലുണ്ടായ ഈ സ്ഫോടനത്തിൽ 68 പേരാ കൊല്ലപ്പെട്ടത്. ആക്രമണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന് പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തൊയ്ബയാണെന്ന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നു. ഭീകരനായ ആസിഫ് ഗിലാനിക്ക് ഇതിനുവേണ്ടി പാക് ചാരസംഘടനയായ ISIയിൽ നിന്നും പണവും ലഭിച്ചിരുന്നു എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് എന്താ ഉണ്ടായത്? അന്വേഷണത്തിന്റെ വഴി തിരിച്ചുവിട്ട് ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത്, സാധ്വി പ്രജ്ഞാത് സിംഗ് താക്കൂർ എന്നിവരെ ഈ കേസിൽ പ്രതികളാക്കി. ഹിന്ദു ഭീകരത എന്ന നരേറ്റീവ് സ്ഥാപിക്കാൻ മുകളിൽ നിന്നും കടുത്ത സമ്മർദ്ദം ഉണ്ടായി. രാജ്യത്തിന്റെ സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ പോലും കള്ളക്കേസിൽ കുടുക്കി. സൈന്യത്തെയും രാജ്യത്തെ ഭൂരിപക്ഷത്തെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച നാണം കെട്ട രാഷ്ട്രീയ കളികളാണ് അന്ന് നടന്നത് എന്ന് RVS മണി തന്റെ പുസ്തകത്തിലും അഭിമുഖങ്ങളിലും അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഇനിയാണ് ഏറ്റവും കടുപ്പമേറിയ ഭാഗം. RVS മണി അടുത്തിടെ നടത്തിയ പോഡ്കാസ്റ്റുകളിൽ ഉന്നയിച്ച ഏറ്റവും ഭീകരമായ ആരോപണം എന്താണെന്നറിയോ? മുംബൈ ഭീകരാക്രമണം കോൺഗ്രസ് ഭരണകൂടത്തിലെ ചില ഉന്നതരും പാകിസ്ഥാനും ചേർന്ന് ആസൂത്രണം ചെയ്ത ഒന്നാണെന്ന്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിശ്വസിക്കാനൊക്കെ പ്രയാസം തോന്നാം. പക്ഷേ ഒരു മുൻ ഉദ്യോഗസ്ഥൻ രേഖകളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. മുംബൈ ആക്രമണം നടക്കുന്നത് അതിന് തൊട്ട് മുമ്പ് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ പാകിസ്ഥാനിലേക്ക് ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് വേണ്ടി അയച്ചിരുന്നു. ഇന്ത്യയിലെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം പൂർണ്ണമായും നിർജീവമായ ഒരു സമയത്താണ് മുംബൈയിൽ കൃത്യമായി ആക്രമണം നടക്കുന്നത്. ഇതിന് ബലം നൽകുന്ന മറ്റൊരു പ്രധാന തെളിവ് കൂടിയുണ്ട്. മുംബൈ ആക്രമണം നടന്ന് അധികം വൈകാതെ തന്നെ 26/11 RSS കോൺസ്പിറസി എന്നൊരു കാര്യം ഉണ്ടായി. ഈ പേരിലൊരു പുസ്തകം പുറത്തിറങ്ങി.
പാകിസ്ഥാനാണ് ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടും ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് നിർവഹിച്ചത് ആരാണെന്നറിയോ? RVS മണിയോട് മുമ്പ് ഹിന്ദു ഭീകരതയുടെ കണക്കുകൾ ചോദിച്ച അതേ ദിഗ്വിജയ് സിംഗ് തന്നെ. പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തരാക്കി ആ കുറ്റം ഭാരതത്തിലെ ഹിന്ദു സംഘടനകളുടെ മേൽ കെട്ടിവെക്കാൻ എത്രത്തോളം ആസൂത്രിതമായ നീക്കങ്ങളാണ് നടന്നത് എന്ന് ഈ സംഭവങ്ങൾ കൂട്ടിവച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ഗൂഢാലോചനയുടെ മറ്റൊരു അധ്യായമായിരുന്നു ഇഷ്റത്ത് ജഹാൻ കേസ്. ലഷ്കർ ഭീകരരായ ഇഷ്റത്ത് ജഹാനെ ഗുജറാത്ത് പോലീസ് ഏറ്റുമുട്ടലിൽ വധിച്ച കേസിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായെയും കുടുക്കാൻ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം ചെയ്തു. ഇഷ്റത്ത് ജഹാൻ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഫയലുകളിൽ തിരുത്തൽ വരുത്താൻ RVS മണിക്ക് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്നാൽ രാജ്യദ്രോഹപരമായ ആ നീക്കത്തിന് അദ്ദേഹം വഴങ്ങിയില്ല. നിയമത്തിലും സത്യത്തിലും അദ്ദേഹം ഉറച്ചു നിന്നു. സത്യത്തിനൊപ്പം നിന്നതിന് RVS മണിക്ക് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. CBIയും മറ്റ് അന്വേഷണ ഏജൻസികളും അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി, ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. സിഗരറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പൊള്ളിച്ചു. തന്റെ മകന് നേരെ വരെ വധഭീഷണി ഉണ്ടായി. മകന്റെ ജീവന് ഭീഷണി ഉണ്ടായപ്പോൾ തന്റെ ഏക മകനെ കാത്തു രക്ഷിക്കാൻ വേണ്ടി മണിയുടെ പ്രായമായ മാതാപിതാക്കൾ അനുഭവിച്ച മാനസിക വിഷമം വാക്കുകൾക്ക് അതീതമാണ്. ആ വേദന താങ്ങാതെയാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഒരു സിസ്റ്റം മുഴുവൻ ഒരു മനുഷ്യനെ തകർക്കാൻ നോക്കിയിട്ടും അദ്ദേഹം വഴങ്ങിയില്ല. കുനിയാൻ ആവശ്യപ്പെട്ടപ്പോൾ നിവർന്നു നിന്ന് അദ്ദേഹം പോരാടി. പതിറ്റാണ്ടുകൾ നീണ്ട ആ പോരാട്ടത്തിനൊടുവിൽ ഈ കഴിഞ്ഞ ജൂണിൽ ഭാരത സർക്കാർ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ പത്മശ്രീ നൽകി ആദരിച്ചു. അദ്ദേഹം അനുഭവിച്ച വേദനകൾക്കോ നഷ്ടങ്ങൾക്കോ പകരമാകില്ല ഈ പുരസ്കാരം. എങ്കിലും രാജ്യം ഒടുവിൽ ആ സത്യസന്ധതയെ അംഗീകരിച്ചു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ചരിത്രം എപ്പോഴും വിജയികളുടേതാണെന്ന് പറയാറുണ്ട്, പക്ഷേ യഥാർത്ഥ ചരിത്രം മറഞ്ഞിരിക്കില്ല. തുകാറാം മോംബ്ലെ എന്ന തന്റെ ജീവൻ നൽകിയ ആ ഭീകരനെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ, RVS മണി എന്ന് ഒപ്പിടാൻ വിസമ്മതിച്ച ആ വ്യാജ ഫയലുകൾ ഒപ്പിട്ടിരുന്നുവെങ്കിൽ, ഇന്ന് ഭാരതം ലോകത്തിന് മുന്നിൽ അറിയപ്പെടുക മറ്റൊരു പേരിലായേനെ. നമ്മളെയൊക്കെ ആ ഭീകരവാദികളായി ലോകം മുദ്രകുത്തുമായിരുന്നു. അധികാരത്തിന് വേണ്ടി സ്വന്തം രാജ്യത്തെയും അതിൻ്റെ സംസ്കാരത്തെയും വിറ്റഴിക്കാനും ഭീകരതയുടെ ലേബൽ ഒട്ടിക്കാനും മടിക്കാത്ത ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി അന്നുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇന്ന് നമ്മൾ ശ്വസിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാകുന്നത്. ഈ വിവരങ്ങൾ മാധ്യമങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യാൻ മടിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈ പോഡ്കാസ്റ്റുകളും വിവരങ്ങളും ഓരോ ഭാരതീയനിലേക്കും എത്തേണ്ടതുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.